Warm welcome to the recorded session of income tax. We are going to discuss the topic leave encashment, the module income from salaries. This is already discussed session in the live session, and this recorded session is internally created so as to refer for your future doubts. So let us go to the session. സോ ലീവ് എൻക്യാഷ്മെൻറ്റ് സെക്ഷൻ 10 സബ്സെക്ഷൻ 10A വരുന്ന ലീവ് എൻക്യാഷ്മെൻ്റ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ലീവ് എൻക്യാഷ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം കാഷ്വൽ ലീവിന് പുറമേ കിട്ടുന്നൊരു ലീവാണ് എൻക്യാഷ് ലീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻക്യാഷ് ലീവ് കിട്ടിക്കഴിഞ്ഞാൽ എൻക്യാഷ് ലീവ് ഉള്ള ഒരു എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ ആ ലീവ് അദ്ദേഹത്തിന് എടുക്കാം, അതർവൈസ് ആ ലീവിനെ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റും. സാലറി കിട്ടുന്നത് പോലെ അവസാനം ഈ ലീവ് എടുത്തിട്ടില്ലെങ്കിൽ അതിന് ഇദ്ദേഹത്തിന് പേയ്മെൻറ്റ് കിട്ടും. സോ അങ്ങനെയുള്ള ഒരു ടൈമാണ് ലീവ് എൻക്യാഷ്മെൻ്റ് എന്ന് പറയുന്നത്. ഇഫ് ആൻ എംപ്ലോയി ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഏൺ ലീവ് ഹി ക്യാൻ യൂസ് ഇറ്റ് ഇൻ 2 ways. അപ്പോൾ 2 രീതിക്ക് അത് ഉപയോഗിക്കാം. ഹി ക്യാൻ ടേക്ക് ലീവ് ലൈക്ക് അതർ ലീവ്സ്, മറ്റ് ലീവുകളെ പോലെ അത് എടുക്കാം. അതർവൈസ് എംപ്ലോയി ക്യാൻ സറണ്ടർ ഹിസ് ഏൺഡ് ലീവ് ആൻഡ് ഗെറ്റ് സാലറി ഫോർ ദ പീരീഡ്. അല്ലെങ്കിൽ ആ ലീവിന് പകരം അദ്ദേഹത്തിന് എന്ത് നേടിയെടുക്കാൻ പറ്റും? ക്യാഷ് റിസീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ആ ഒരു എമൗണ്ടാണ് ലീവ് എൻക്യാഷ്മെൻറ്റ് എന്ന് നമ്മൾ, അല്ലെങ്കിൽ ലീവ് എൻക്യാഷ് എമൗണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ലീവ് എൻക്യാഷ്മെൻറ്റ്. ഓക്കെ, സോ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാൽക്കുലേഷൻസ് നമുക്ക് പെട്ടെന്ന് നോക്കാം. ലീവ് എൻക്യാഷ്മെൻറ്റ് റിസീവ്ഡ് ഡ്യൂറിങ് ദ സർവീസ് ഓഫ് എംപ്ലോയീസ് ഫുള്ളി ടാക്സബിൾ. അപ്പോൾ ഡ്യൂറിങ് ദ സർവീസ് ഒരാൾ എംപ്ലോയി ആയിരിക്കുന്ന സമയത്ത് തന്നെയാണ് ലീവ് എൻക്യാഷ്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ അത് സാലറി പോലെ തന്നെ ടാക്സബിൾ ആണ്. ഓക്കെ, അപ്പോൾ സാലറി എന്ന് പറയുന്നൊരു ഇൻകത്തിന് എല്ലാ എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളവും, വെദർ ഇറ്റ് ഈസ് ഗവൺമെൻറ് ഓർ നോൺ ഗവൺമെൻറ്, എല്ലാ എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം സാലറി ടാക്സബിൾ ആണ്. അതുപോലെ തന്നെ ടാക്സബിൾ ആയിട്ടുള്ളൊരു എമൗണ്ടാണ് എന്തെന്ന് പറയുന്നത് ലീവ് എൻക്യാഷ്മെൻറ്റ്. ദെൻ ലീവ് എൻക്യാഷ്മെൻറ്റ് റിസീവ്ഡ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് ഇറ്റ് ഈസ് എക്സംപ്റ്റ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദ ഫോളോയിങ്. ഇനി റിട്ടയർമെൻറ്റിന് ശേഷമാണ് ഈ ലീവ് എൻക്യാഷ്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ ബാധകമായിട്ടുള്ളത്. ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ് ആണ്, അവർക്ക് ടാക്സ് അടയ്ക്കേണ്ട കാര്യം ഇല്ല. അതേഴ്സ് ആണെങ്കിൽ ദ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സംപ്റ്റ്. മറ്റുള്ളവരാണെങ്കിൽ അഥവാ ഗവൺമെൻറ് എംപ്ലോയീസ് അല്ലാത്തവരാണെങ്കിൽ ഈ പറയുന്ന 4 കാര്യങ്ങളിൽ ഏറ്റവും ചെറിയ തുക അവർക്ക് കിട്ടിയ തുകയിൽ കുറച്ച് കൊടുക്കും. ഓക്കെ, സോ ആ 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് നോട്ടിഫൈഡ് ലിമിറ്റ് ഓഫ് ₹3 lakh, അഥവാ നിയമം പറയുന്ന 3 ലക്ഷം രൂപ. സെക്കൻഡ് വൺ 10 months ആവറേജ് സാലറി, ദാറ്റ് മീൻസ് ആവറേജ് സാലറി ഇൻറ്റു 10, 10 മാസത്തെ ആവറേജ് സാലറി. ദെൻ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്, ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് മീൻസ് എത്രയാണ് അവർക്ക് എൻക്യാഷ്മെൻ്റ് ആയിട്ട്, ലീവ് എൻക്യാഷ്മെൻ്റ് ആയിട്ട് കിട്ടിയ എമൗണ്ട്, ആ എമൗണ്ട്. ദെൻ ഫോർത്ത് വൺ ആവറേജ് സാലറി ഇൻറ്റു നമ്പർ ഓഫ് മന്ത്സ് ലീവ് ഡ്യൂ, അതായത് ആവറേജ് സാലറി ഇൻറ്റു നമ്പർ ഓഫ് മന്ത്സ് ലീവ് ഡ്യൂ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വർഷത്തേക്ക് ഒരാൾക്ക് 1 മാസമാണ് ലീവ് എൻക്യാഷ്മെൻറ്റ് കിട്ടാനുള്ളത് എന്ന കണക്കിൽ, ഒരു വർഷത്തേക്ക്, അതായത് ഒരു കംപ്ലീറ്റഡ് സർവീസിന് 1 മാസം ലീവ് എൻക്യാഷ്മെൻറ്റ് കിട്ടാം എന്ന കണക്കിൽ അദ്ദേഹത്തിന് എത്ര വർഷത്തെ സർവീസ് ഉണ്ട് എന്നതിൽ നിന്ന് എത്ര മാസം അദ്ദേഹം ലീവ് എടുത്തിട്ടുണ്ട് എന്നത് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന നമ്പർ ഓഫ് മന്ത്സ് ലീവ് ഡ്യൂ കിട്ടുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഒരാൾക്ക് എത്ര വർഷത്തെ സർവീസ് ഉണ്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 25 yearsഉം 8 monthsഉം സർവീസ് ഉണ്ടെങ്കിൽ ലീവ് എൻക്യാഷ്മെൻറ്റിൻ്റെ കാൽക്കുലേഷനിൽ മന്ത്സ് നമ്മൾ ഇഗ്നോർ ചെയ്യും, അവോയ്ഡ് ചെയ്യും. സോ 25 years മാത്രമേ എടുക്കാൻ പറ്റും. 25 yearsന് 25 months ലീവ് എലിജിബിളാണ്. അതിൽ ഇദ്ദേഹം ഒരു 5 months ലീവ് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി 20 months ആണ് അവിടെ ഉള്ളത്. സോ അതാണ് ലീവ് ഡ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എത്ര സർവീസ് ഉണ്ട്, ആ സർവീസിൽ നിന്ന് എത്ര എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ലീവ് ഡ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ലീവ് ഡ്യൂ ഇൻറ്റു ആവറേജ് സാലറി എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് 4th point. സോ ഈ 4 കാര്യങ്ങളിൽ ഏറ്റവും ചെറിയ എമൗണ്ട് ഏതാണോ അത് അവർക്ക് കിട്ടിയ ലീവ് എൻക്യാഷ്മെൻ്റ് ആയിട്ട് കിട്ടിയ എമൗണ്ടിൽ ഒഴിവാക്കി കൊടുക്കും. ബാക്കിയുള്ള തുക മാത്രം ടാക്സ് അടയ്ക്കാൻ വേണ്ടി പരിഗണിക്കുകയേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മളിവിടെ ആവറേജ് സാലറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് 10 months ആവറേജ് സാലറി പ്രിസീഡിങ് ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻ്റ് ആണ്. അതായത്
പ്രിസീഡിംഗ് ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിട്ടയർമെൻറ്റിന് തൊട്ട് മുമ്പുള്ള 10 മാസങ്ങളിലെ സാലറിയുടെ ആവറേജ് സാലറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സാലറി കൊണ്ടുള്ള വിവക്ഷ എന്ന് പറയുന്നത് ബേസിക് സാലറി പ്ലസ് DA പ്ലസ് കമ്മീഷൻ. ബേസിക് സാലറി, DA പിന്നെ കമ്മീഷൻ ഉണ്ടെങ്കിൽ അത് ഇത്രയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ സാലറി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമുക്കൊരു കണക്ക് നോക്കാം. സോ ഇല്ലസ്ട്രേഷൻ 8 നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽസ് കാൽക്കുലേറ്റ് ദ ടാക്സബിൾ ലീവ് സാലറി ഓഫ് മിസ്റ്റർ രാജൻ ഫോർ ദ പ്രീവിയസ് ഇയർ 2020-21. സോ രാജൻ്റെ ടാക്സബിൾ ലീവ് സാലറി നമ്മൾ കണക്കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ എമൗണ്ട് എന്ന് പറയുന്നത്, ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ലീവ് സാലറി റിസീവ്ഡ് അദ്ദേഹത്തിന് കിട്ടിയത് 2 lakh rupees. സാലറി അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് സമയത്തുള്ള സാലറി 7,000 പെർ മന്ത് ആണ്. ഡ്യൂറേഷൻ ഓഫ് സർവീസ് 23 years and 9 months ആണ്. നമുക്കറിയാം ലീവ് എൻകാഷ്മെൻറ്റ് കാൽക്കുലേഷനിൽ നമ്മൾ മന്ത്സിനെ ഇഗ്നോർ ചെയ്യും, ഇയേഴ്സ് മാത്രമേ എടുക്കത്തുള്ളൂ. സോ 23 years. ദെൻ ലീവ് അലൗഡ് ബൈ ദ എംപ്ലോയർ 40 days ഫോർ ഈച്ച് ഇയർ ഓഫ് സർവീസ്. എംപ്ലോയർ നൽകുന്നത് ഓരോ വർഷത്തിനും 40 days ആണ്. സോ ഇൻകം ടാക്സിൻ്റെ കാൽക്കുലേഷനിലോട്ട് നമ്മൾ പരിഗണിക്കാത്തൊരു കാര്യമാണ്. ഇൻകം ടാക്സിൻ്റെ ഒരു കാൽക്കുലേഷനിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഓരോ വർഷവും ഓരോ മാസം ലീവ് കിട്ടും എന്നുള്ളൊരു അസംഷനാണ് നമ്മൾ എടുക്കുന്നത്. ദെൻ ലീവ് അവൈൽഡ് ഡ്യൂറിങ് ദ സർവീസിനിടയ്ക്ക് ഇദ്ദേഹം എടുത്തിട്ടുള്ളത് 4 months ലീവാണ്. 4 മാസങ്ങൾ ലീവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ സർവീസ് 23 years ആണെങ്കിൽ 23 months ആണ് ഇദ്ദേഹത്തിന് ഇൻകം ടാക്സിൻ്റെ കണക്ക് പ്രകാരം കിട്ടേണ്ട ലീവ്. അതിൽ നിന്ന് അദ്ദേഹം 4 months എടുത്തിട്ടുണ്ട്. സോ ബാക്കി ലീവ് ഡ്യൂ എന്ന് പറയുന്നത് 23 - 4 ദാറ്റ് ഈസ് 19 ആണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ആ കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. സോ ഇത് പ്രകാരം നമ്മളിവിടെ ആദ്യം എഴുതേണ്ടത് ഈ പറയുന്ന 4 കാര്യങ്ങളിൽ ഏറ്റവും ചെറുതാണ് നമ്മൾ പരിഗണിക്കുന്നത് അല്ലേ. സോ നോട്ടിഫൈഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 3 lakh, അതെല്ലാത്തിലും നമ്മൾ 3 lakh എടുത്ത് എഴുതും. ദെൻ 10 months ആവറേജ് സാലറി. അപ്പോൾ ആവറേജ് സാലറി നമ്മുടെ ക്വസ്റ്റ്യനിൽ 7,000 ആണ്. 7,000 × 10 ദാറ്റ് ഈസ് 70,000. ദെൻ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ആസ് പെർ ദ ക്വസ്റ്റ്യൻ 2 lakh ആണ്. ആ 2 lakh അവിടെ എഴുതും. ദെൻ ആവറേജ് സാലറി ഇൻറ്റു നമ്പർ ഓഫ് മന്ത്സ് ലീവ് ഡ്യൂ. സോ ആവറേജ് സാലറി 7,000-ഉം നമ്പർ ഓഫ് മന്ത്സ് ലീവ് ഡ്യൂ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം 23 yearsൻ്റെ സർവീസ് ഉണ്ട്. ഓക്കെ, അതിൽ 23 monthsനെ നമ്മൾ കണക്ക് കൂട്ടുന്നു. ആ 23 monthsൽ ഇദ്ദേഹം 4 months ലീവ് എടുത്തിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ആ 23 - 4 എന്ന് പറയുന്ന ആ എമൗണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ഫിഗറാണ്, അതായത് 19 എന്നുള്ള ഫിഗറാണ് മന്ത്സ് ലീവ് ഡ്യൂ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ആ ഒരു കണക്കിൽ, ആ ഒരു പോർഷനിൽ, ഡി പോർഷനിൽ നമ്മളിവിടെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് സാലറി 7,000 ഇൻറ്റു നമ്പർ ഓഫ് മന്ത്സ് ലീവ് ഡ്യൂ എന്ന് പറയുന്നത് 19 ആണ്. സോ 7,000 × 19 എന്ന് പറയുന്ന ഫിഗറാണ് നമുക്കവിടെ കിട്ടുന്നത്. സോ ആ ഫിഗേഴ്സിൽ ഇപ്പോൾ പറഞ്ഞ 4 കാര്യങ്ങളിൽ ഏറ്റവും ചെറുത് ഏതാണോ അതാണ് ഇദ്ദേഹത്തിന് കിട്ടിയ ഈ 2 ലക്ഷം രൂപയിൽ കുറച്ച് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ നമുക്ക് നോക്കാം. സോ ഇവിടെ നോട്ടിഫൈഡ് ലിമിറ്റ് 3 lakh ആണ്. ആവറേജ് 10 months സാലറി 7,000 × 10 ദാറ്റ് ഈസ് 70,000. ആക്ച്വൽ കിട്ടിയ എമൗണ്ട് 2 lakh ആണ്. അതുപോലെ തന്നെ ആവറേജ് സാലറി ഇൻറ്റു നമ്പർ ഓഫ് മന്ത്സ് ലീവ് ഡ്യൂ എന്ന് പറയുന്നത് 7,000 × 19 ആണ്. 19 എങ്ങനെ കിട്ടിയെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. സർവീസിൽ നിന്ന് അദ്ദേഹം എടുത്തിരിക്കുന്ന ലീവായ 4 months കുറച്ചപ്പോൾ 19 months കിട്ടി. അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. സോ 19 × 7,000 ദാറ്റ് ഈസ് 1,33,000. ഇതിൽ ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാറുള്ളത്. സോ ഇതിൽ ഏറ്റവും ചെറിയ ഫിഗർ ഏതെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ചെറിയ ഫിഗർ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഈ പറയുന്ന 70,000 ആണ് ഏറ്റവും ചെറിയ ഫിഗർ അല്ലേ. 3 lakh, 70,000, 2 lakh, then 1,33,000. ഇത്രയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും ചെറിയ ഫിഗർ 70,000 ആണ്. സോ അതുകൊണ്ട് തന്നെ ആ 70,000 എമൗണ്ട് ആണ് 2 lakhൽ നിന്ന് എക്സംപ്റ്റഡ് ആവുന്നത്. ദാറ്റ് മീൻസ് 2 lakh - 70,000 ദാറ്റ് ഈസ് 1,30,000 rupees ആണ് ടാക്സബിൾ ആയിട്ടുള്ള എമൗണ്ട്. അതായത് 2 lakh rupees ലീവ് എൻകാഷ്മെൻറ്റ് കിട്ടിയ നോൺ ഗവൺമെൻറ് എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം 1,30,000 മാത്രമാണ് ടാക്സബിൾ ആയിട്ട് വരുന്നത് എന്നർത്ഥം. ഓക്കെ, സോ ഇല്ലസ്ട്രേഷൻ 9 ഇതേപോലെയാണ്. ഇതിൻ്റെ നോട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കാം. ഇല്ലസ്ട്രേഷൻ 10ഉം ഇതുപോലെ തന്നെയാണ്, നോട്ട്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കാം. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അലവൻസസിനെ പറ്റിയിട്ടാണ്. സാലറിയുടെ കൂടെ കിട്ടുന്ന ബെനഫിറ്റ്സാണ് അലവൻസസ് എന്ന് പറയുന്നത്, അലോങ് വിത്ത് ദ സാലറീസ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹൗസ് റെൻറ്റ് അലവൻസ്, ട്രാവൽ അലവൻസ്, അങ്ങനെയുള്ള അലവൻസസ്. ആ അലവൻസസിനെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫുള്ളി എക്സംപ്റ്റഡ്,
ഫുള്ളി ടാക്സബിൾ ആൻഡ് പാർട്ട്ലി ടാക്സബിൾ. ഫുള്ളി എക്സംപ്റ്റഡ് മീൻസ് ചില അലവൻസസിന് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല, അത് പൂർണ്ണമായി ഒഴിവാക്കപ്പെട്ടതാണ്. സം ഓഫ് ദ തിങ്സ് ആർ ഫുള്ളി ടാക്സബിൾ, ചിലതിന് യാതൊരു ഒഴിവുമില്ല, മുഴുവനായിട്ട് ടാക്സ് അടയ്ക്കാൻ വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. ദെൻ പാർട്ട്ലി ടാക്സബിൾ, നമ്മളിപ്പോൾ ലീവ് എൻകാഷ്മെൻറ്റ് ചെയ്തതുപോലെ കുറച്ച് പാർട്ട് ഒഴിവാക്കി കൊടുക്കും, അങ്ങനെയുള്ളത് പാർട്ട്ലി ടാക്സബിൾ. ഓക്കെ, സോ ഈ പാർട്ട്ലി ടാക്സബിളായിട്ട് വരുന്നൊരു അലവൻസാണ് ഹൗസ് റെൻ്റ് അലവൻസ് അഥവാ HRA എന്ന് പറയുന്നത്. ഒരു എംപ്ലോയിക്ക് താമസിക്കാൻ വേണ്ടി സാലറിയുടെ കൂടെ, അതായത് എവിടെയെങ്കിലും ഇപ്പോൾ റെൻറ്റഡ് ഹൗസിലോ അല്ലെങ്കിൽ മറ്റൊരു ഏരിയയിലോ ജോബിൻ്റെ ഭാഗമായിട്ട് താമസിക്കാൻ വേണ്ടി സാലറിയുടെ കൂടെ നൽകുന്ന ബെനിഫിറ്റാണ് ഹൗസ് റെൻ്റ് അലവൻസ്. സോ ഹൗസ് റെൻ്റ് അലവൻസ് ഈസ് ഗീവൻ ടു ആൻ എംപ്ലോയി ടു മീറ്റ് ഹിസ് റെൻറ്റഡ് വാല്യൂ ഓഫ് ഹൗസ്. അപ്പോൾ മറ്റൊരു സ്ഥലത്ത് താമസിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, എംപ്ലോയ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മറ്റെവിടെയെങ്കിലും താമസിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി നൽകുന്ന ഒരു റെമ്യൂണറേഷനാണ് ഹൗസ് റെൻ്റ് അലവൻസ്. അപ്പോൾ ഹൗസ് റെൻ്റ് അലവൻസിൻ്റെ ഒരു കാറ്റഗറൈസേഷൻ ഇൻകം ടാക്സിൻ്റെ നിയമപ്രകാരം ഹൗസ് റെൻ്റ് അലവൻസ് സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട് ജഡ്ജസിനാണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ് ആണ്, അവർ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ദെൻ സ്വന്തം വീട്ടിൽ താമസിക്കുന്ന ഓൺ ഹൗസിൽ ലീവ് ചെയ്യുന്ന എംപ്ലോയീസിനാണെങ്കിലും അവർക്ക് ഫുള്ളി ടാക്സ്ഡ് ആണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റെൻ്റ് അടയ്ക്കേണ്ട ആവശ്യം ഇല്ല, സ്വന്തം വീട്ടിൽ താമസിക്കുന്നവരാണെങ്കിൽ. സോ അവരെ സംബന്ധിച്ചിടത്തോളം ഹൗസ് റെൻ്റ് അലവൻസ് ഫുള്ളി ടാക്സ്ഡ് ആണ്, മൊത്തത്തിൽ ടാക്സ് അടയ്ക്കേണ്ടതാണ്. ദെൻ മൂന്നാമത് പറയുന്നത്, ഇനി റെൻറ്റഡ് ഹൗസിൽ താമസിക്കുന്നവരാണെങ്കിൽ ഈ 3 കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ 3 കാര്യങ്ങളിൽ ഏറ്റവും ചെറിയ തുക, അതായത് ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സംപ്റ്റഡ്, ഏറ്റവും ചെറിയ എമൗണ്ട് ആ ഹൗസ് റെൻ്റ് അലവൻസിൽ നിന്നും ഒഴിവാക്കി കൊടുക്കും. സോ ഇതൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം ആ 3 കാര്യങ്ങൾ. ഒന്ന്, ആക്ച്വൽ HRA റിസീവ്ഡ്, എത്രയാണോ ഹൗസ് റെൻ്റ് അലവൻസ് ആയിട്ട് കിട്ടിയത്. ഇത് കിട്ടിയത് എപ്പോഴാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു അസസ്മെൻറ്റ് ഇയറിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രീവിയസ് ഇയറിൽ കിട്ടിയ മുഴുവൻ HRAയുമാണ് HRAയുടെ കാൽക്കുലേഷനിലോട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ദെൻ റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി, അതായത് ഒരു പ്രീവിയസ് ഇയറിൽ മൊത്തത്തിൽ എത്ര റെൻ്റ് അടച്ചിട്ടുണ്ട് അതിൽ നിന്നും 10% ഓഫ് സാലറി കുറച്ച എമൗണ്ട്. മൂന്നാമത് 40% of salary in case of ordinary towns and 50% in case of Bombay, Kolkata, Delhi and Madras. നോർമൽ ടൗണുകളിൽ താമസിക്കുന്നവരാണെങ്കിൽ സാലറിയുടെ 40%, ദെൻ ഈ പറഞ്ഞ ബോംബെ, കൊൽക്കത്ത, ഡൽഹി, മദ്രാസ് എന്നീ സിറ്റികളിലാണ് താമസിക്കുന്നവരാണെങ്കിൽ സാലറിയുടെ 50%. ഈ ഒരു കാൽക്കുലേഷനാണ് മൂന്നാമത് വരുന്നത്. ഈ 3 തുകയും നമ്മൾ കമ്പയർ ചെയ്തിട്ട് അതിൽ ഏറ്റവും ചെറിയ തുക ഏതാണോ ആ തുക അവർക്ക് കിട്ടിയ ഹൗസ് റെൻ്റ് അലവൻസിൽ ഒഴിവാക്കി കൊടുക്കും, ബാക്കിയുള്ള തുക മാത്രം ടാക്സ് അടച്ചാൽ മതി. സോ ടാക്സബിൾ HRA എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് കിട്ടിയ ഹൗസ് റെൻ്റ് അലവൻസിൽ നിന്നും മുകളിൽ നമ്മൾ കണ്ടുപിടിച്ചതിൽ ഏറ്റവും ചെറിയ തുക ഏതാണോ അത് കുറച്ച് കൊടുക്കും. ഓക്കെ, സോ ഇവിടെയും സാലറി കണക്ക് കൂട്ടുമ്പോൾ ബേസിക് സാലറി പ്ലസ് ഡിയർനെസ് അലവൻസ് പ്ലസ് കമ്മീഷൻ, ഇങ്ങനെയാണ് സാലറിയുടെ കാൽക്കുലേഷനിലോട്ട് വരുന്നത്. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം, ഇല്ലസ്ട്രേഷൻ 11 നോക്കാം. സോ ഇതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടില്ല, സോ അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് ഈ ഡിസ്കഷൻ കേട്ടിട്ട് മനസ്സിലാക്കാനും ചെയ്യാനും കഴിയും. സോ റെസിഡൻറ്റ് ഓഫ് മിസ്റ്റർ രവി ഗെറ്റ്സ് ₹72,000 ആൻഡ് സാലറി, ₹16,000 ആസ് ഡിയർനെസ് പേ, 6,000 ആസ് ഡിയർനെസ് അലവൻസ് ആൻഡ് 10,000 per annum as fixed commission during the previous year. സോ ഒരു സാലറിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ടേംസ് ഇതിനകത്ത് പറയുന്നുണ്ട്. സോ ലിസൺ, അദ്ദേഹത്തിന് കിട്ടിയ ബേസിക് സാലറി 72,000 ആണ്. അതുപോലെ 16,000 ഡിയർനെസ് പേ ആണ്. ഡിയർനെസ് പേ നമ്മൾ സാലറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുക്കാറില്ല. സാലറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്നത്, നമ്മളിവിടെ പറഞ്ഞു, ഈ പറയുന്ന കാര്യങ്ങളാണ്. ബേസിക് സാലറി പ്ലസ് ഡിയർനെസ് അലവൻസും കമ്മീഷനുമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ എടുക്കുന്നത്. സോ ഇവിടെ ബേസിക് സാലറി അദ്ദേഹത്തിന് കിട്ടുന്നത് 72,000 ആണ്, ആ കാലാവധിയിൽ മൊത്തത്തിൽ കിട്ടിയതാണ്. അതുപോലെ തന്നെ ഡിയർനെസ് അലവൻസ് ആയിട്ട് 6,000 കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 10,000 പെർ ആനം കമ്മീഷനും കിട്ടുന്നുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ മുഴുവൻ സാലറി നമ്മൾ എടുക്കുമ്പോൾ ഈ ഫിഗേഴ്സ് എല്ലാം ആഡ് ചെയ്താണ് എടുക്കേണ്ടത്. അവിടെ നമ്മൾ 16,000 ഡിയർനെസ് പേ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇദ്ദേഹത്തിൻ്റെ സാലറി ഏതൊക്കെയാണ്? 72,000, അതുപോലെ 6,000 ഡിയർനെസ് പേ, അതുപോലെ 10,000 കമ്മീഷൻ. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സാലറി ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഓക്കെ,
ദെൻ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഹി റിസീവ്ഡ് 30,000 ആസ് ഹൗസ് റെൻറ്റ് അലവൻസ്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ എമൗണ്ട് 30,000 ആണ്. ഓക്കെ, ദെൻ ഹി പെയ്ഡ് 36,000 ആസ് റെൻറ്റ്. അപ്പോൾ പ്രീവിയസ് ഇയറിൽ അദ്ദേഹം അടച്ചിരിക്കുന്ന റെൻറ്റ് 36,000 ആണെന്നും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഹൗസ് റെൻറ്റ് അലവൻസിൽ നിന്ന് എത്ര ഒഴിവാക്കപ്പെടും, ബാക്കി എത്രയാണ് അദ്ദേഹം ടാക്സ് അടയ്ക്കേണ്ടതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ അവിടെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻകം ടാക്സിൻ്റെ കാൽക്കുലേഷൻ മെത്തേഡിലോട്ട് പോകാം. ഇദ്ദേഹം സുപ്രീം കോടതി ജഡ്ജോ ഹൈക്കോടതി ജഡ്ജോ അല്ല, അതുപോലെ തന്നെ സ്വന്തം വീട്ടിൽ താമസിക്കുന്ന ആളുമല്ല, റെൻ്റ് അടയ്ക്കുന്ന ഒരാളാണ്. സോ ഈ രണ്ട് കാര്യങ്ങളിലും വരുന്ന ആളല്ല. സ്വന്തം വീട്ടിൽ താമസിക്കുന്ന ആളാണെങ്കിൽ ഫുള്ളി ടാക്സബിൾ ആണ്, ജഡ്ജസ് ആണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡും ആണ്. ഇത് രണ്ടുമല്ല. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന് ഈ പറയുന്ന കാൽക്കുലേഷനിലാണ് വരുന്നത് റെൻറ്റഡ് എംപ്ലോയി ആയതുകൊണ്ട് അതിൽ ഫസ്റ്റ് വൺ ആക്ച്വൽ HRA റിസീവ്ഡ്. സോ എത്രയാണ് ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന HRA നമുക്ക് പരിശോധിക്കാം. ആസ് പെർ ദ ക്വസ്റ്റ്യൻ ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന HRA 30,000 റുപ്പീസാണ്. ഓക്കെ, സോ ആദ്യം നമ്മൾ എടുക്കുന്നത് ഈ 30,000 റുപ്പീസാണ്. രണ്ടാമത് നമ്മൾ പരിഗണിക്കുന്നത് റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി എന്ന് പറയുന്ന ആ ഒരു കാൽക്കുലേഷനാണ്. സോ എത്രയാണ് റെൻറ്റ് ഇദ്ദേഹം പേ ചെയ്തിരിക്കുന്നതെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 36,000 ആണ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ നോക്കുക 36,000 ആണ്. ഈ 36,000 നിന്നും സാലറിയുടെ 10%, അപ്പോൾ സാലറി ആയിട്ട് ഇവിടെ നമ്മൾ എടുക്കുന്നത് 72,000, 6,000 ആൻഡ് 10,000. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്തിട്ടാണ്. സോ 72 + 6 + 10,000 ദാറ്റ് ഈസ് 88,000. 88,000ൻ്റെ 10% ആകുമ്പോൾ 8,800 ആണ് വരുന്നത്. 88,000ൻ്റെ 10% ആണ് 8,800. സോ റെൻറ്റ് മൈനസ് റെൻറ്റ് മീൻസ് നമ്മൾ അടച്ച റെൻറ്റ് 36,000 ആണ്. സോ റെൻറ്റ് മൈനസ് 10% ഓഫ് സാലറി 8,800 ആണ്. കാരണം ഫുൾ സാലറി എന്ന് പറയുന്നത് 88,000 ആണ്, അതിൻ്റെ 10%. സോ ഇപ്പോൾ കിട്ടുന്ന ഈ ഒരു ഫിഗർ. അതുപോലെ തന്നെ ഇനി മൂന്നാമത് എന്താണെന്ന് നമുക്ക് നോക്കാം. മൂന്നാമത് 40% ഓഫ് സാലറി ഇൻ കേസ് ഓർഡിനറി ടൗൺസ്, 50% ഇൻ കേസ് ബോംബെ, കൊൽക്കത്ത, ഡൽഹി ആൻഡ് മദ്രാസ്. സോ ഇദ്ദേഹത്തിൻ്റെ ടൗണിനെ പറ്റി നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ചൊന്നും പറയാത്തത് കൊണ്ട് തന്നെ വി ആർ അസ്യൂമിങ് ദാറ്റ് ഹീ ഈസ് റിസൈഡിങ് അതർ ദാൻ ദ സിറ്റീസ് ലൈക്ക് ബോംബെ, കൊൽക്കത്ത, മദ്രാസ് ആൻഡ് ഡൽഹി. ഇപ്പോൾ ഡൽഹി, കൊൽക്കത്ത, മദ്രാസ്, ബോംബെ പോലെയുള്ള സിറ്റീസിൽ നിന്നും പുറത്ത് താമസിക്കുന്ന ഒരാളായതുകൊണ്ട് മൂന്നാമത്തെ കാൽക്കുലേഷനിലോട്ട് നമ്മൾ എടുക്കേണ്ടത് 40% ഓഫ് സാലറിയാണ്, നോട്ട് 50%. ഇദ്ദേഹം മദ്രാസിലോ കൊൽക്കത്തയിലോ ന്യൂഡൽഹിയിലോ ബോംബെയിലോ ഒക്കെ ആണെങ്കിൽ മാത്രമേ സാലറിയുടെ 50% എടുക്കേണ്ടതായിട്ടുള്ളൂ. ഇവിടെ 40% എടുത്താൽ മതി, കാരണം ഓർഡിനറി ടൗണിൽ താമസിക്കുന്ന ഒരാളാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എടുത്തത് ഒന്നുകൂടെ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം എടുത്തത് ആക്ച്വലായിട്ട് ഇദ്ദേഹത്തിന് കിട്ടിയ HRA 30,000 ആണ്. രണ്ടാമത് എടുത്തത് റെൻറ്റ് പെയ്ഡ് 36,000 നിന്നും 10% സാലറി ആയ 8,800 കുറച്ച ഫിഗർ. മൂന്നാം നമ്മളിപ്പോൾ എടുക്കുന്നത് 40% ഓഫ് സാലറി ദാറ്റ് ഈസ് 88,000ൻ്റെ 40%. ഓക്കെ, അപ്പോൾ ഇത്രയും കാൽക്കുലേഷൻസാണ് നമ്മളിവിടെ പരിഗണിക്കുന്നത്. സോ ഇത്രയും കാൽക്കുലേഷൻസ് നമ്മൾ പരിഗണിക്കുമ്പോൾ ആ കാൽക്കുലേഷൻസിൽ നമുക്ക് ഏറ്റവും ചെറിയ ഒരു ഫിഗർ കിട്ടും. ആ കിട്ടുന്ന ചെറിയ ഫിഗർ ഏതാണോ ആ ഫിഗർ ഇദ്ദേഹത്തിന് കിട്ടിയ HRA ആയ 30,000 നിന്ന് കുറയ്ക്കുക. കുറച്ചതിന് ശേഷം ബാക്കി വരുന്ന തുക എത്രയാണോ ആ തുകയാണ് അദ്ദേഹം ടാക്സ് അടയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ്റെ രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാൽക്കുലേഷൻ്റെ രീതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഇല്ലസ്ട്രേഷൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. അതുപോലെ തന്നെ ഈ ഇല്ലസ്ട്രേഷൻ്റെയും ഒരു ആൻസർ, അതുപോലെ ബാക്കി ഇല്ലസ്ട്രേഷൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. നിങ്ങളെല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരിക. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു. താങ്ക് യു ഫോർ വാച്ചിങ് ദ സെഷൻ.